എല്ലാവർക്കും നമസ്തേ. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ വേദങ്ങളെയും ഉപനിഷത്തുക്കളെയും പറ്റി ഒരു ചെറിയ കാര്യങ്ങളാണ് സംസാരിച്ചത്. ഈ വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ എന്തിനാണ് എഴുതപ്പെട്ടിട്ടുള്ളത്? എല്ലാ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ ഭൂമിയിൽ മനുഷ്യൻ എന്തിനാണ് ജീവിക്കുന്നത്? ഈ ജീവിതം കൊണ്ട് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഓരോ മനുഷ്യനും എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? എല്ലാവരും സുഖം ലഭിക്കാൻ വേണ്ടി ജീവിക്കുന്നത്, സുഖമായി ജീവിക്കാനാണ്. ഈ ജനിച്ച് മരണം വരെയുള്ള ആ കാലഘട്ടം, ആ കാലം മുഴുവനും സുഖമായി ജീവിക്കാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം എന്ന കൃതിയിൽ ഗുരു ഇങ്ങനെ പറയുന്നുണ്ട്: ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. എന്താണ് ആഗ്രഹിക്കുന്നത്? സുഖം. അപ്പോൾ മനുഷ്യൻ ദൈവമേ ഈശ്വര, എനിക്ക് ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം, സുഖമായി ജീവിക്കാൻ നീ കഴിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ എന്താഗ്രഹിക്കുന്നത്? സുഖമാണ്. ഈ സുഖം ലഭിക്കണമെങ്കിൽ എങ്ങനെയാണ് സാധിക്കുക? കുറേ സ്വത്ത് പണം ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം തികഞ്ഞു, എനിക്ക് നല്ലൊരു ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, ജോലിയുണ്ട്, എനിക്ക് എല്ലാ സൗകര്യങ്ങളുണ്ട്, അപ്പോൾ നമുക്ക് സുഖം ലഭിച്ചു എന്നുള്ളതാണോ? നമുക്ക് ആത്മസുഖം ലഭിക്കണം, മനസ്സിനാണ് സുഖം ലഭിക്കേണ്ടത്. അല്ലാണ്ട് എല്ലാം തികഞ്ഞു പക്ഷെ മനസ്സിന് ഒരു സന്തോഷമില്ല, എപ്പോഴും ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്, വീട്ടിലൊരു സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖം ലഭിക്കുമോ? ഈ സുഖം എങ്ങനെ ലഭിക്കുക? വേദങ്ങളിലൊക്കെ കർമ്മഭാഗത്തിലൂടെ, അതായത് യജ്ഞം, യാഗം, ഹവനം, ഹോമം, പുഷ്പാഞ്ജലി, ഇതൊക്കെ നമ്മുടെ വേദഭാഗത്തിൽ കർമ്മത്തിൽ വരുന്നതാണ്. ഇതിലൂടെയൊക്കെ ഈശ്വരനിലേക്ക് എത്തി അങ്ങനെ സുഖം ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നാൽ വേദങ്ങളുടെ നിന്ന് മാറി ഉപനിഷത്ത് ഭാഗങ്ങളിലൊക്കെ ജ്ഞാനത്തിലൂടെ എങ്ങനെ ഈശ്വരനിലേക്ക് എത്താം, അറിവിലൂടെ എങ്ങനെ ഈശ്വരനിലേക്ക് എത്താം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ അറിവ് ലഭിക്കുക? നമ്മുടെ ഈ പ്രാർത്ഥനയൊക്കെ എന്തിനാണ്? അതെല്ലാ മനസ്സിന് സുഖം ലഭിക്കാൻ വേണ്ടിയാണ്, മനുഷ്യന് സുഖമായി ആശ്വാസം കണ്ടെത്താൻ വേണ്ടി തന്നെയാണ്. അതായത് നമുക്കൊരു സ്ഥലം വരെ പോകണം, നമുക്കൊരു ഗസ്റ്റിൻ്റെ വീട്ടിൽ പോകണം നോക്കി, പോകണമെങ്കിൽ എങ്ങനെയാണ്? ഒന്നല്ലെങ്കിൽ നടന്ന് പോകണം, സൈക്കിളിന് പോകണം, അല്ലെങ്കിൽ ബസ്സിന് പോകണം, അല്ലെങ്കിൽ സ്വന്തമായി വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിക്ക് പോകണം. അപ്പോൾ നമ്മളൊരു ഉപാധി എടുക്കുന്നുണ്ട്. എന്താണ്? കാറ്, വണ്ടി, സൈക്കിൾ, അതൊരു ഉപാധിയാണ്. അതുപോലെ ഈശ്വരനിലേക്ക് എത്താനുള്ള ഉപാധിയാണ് എന്ത്? പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്താണ് ഈ പ്രാർത്ഥന? പ്രകർഷേണയുള്ള അർത്ഥന, ഈശ്വരനോട് എന്നുമുള്ള എൻ്റെ അപേക്ഷയാണ് പ്രാർത്ഥന. അതായത് നിത്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് സുഖം ലഭിക്കും. ഈശ്വരനെ എനിക്ക് കുറേ സ്വത്ത് കൊണ്ട് തരാനൊന്നുമല്ല, ഒരു അല്ലലും കൂടാതെ കഴിഞ്ഞു കൂടാൻ എന്നെ സഹായിക്കണേ എന്നുള്ളതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇതൊക്കെ ഇന്ന് എല്ലാവരുടെയും എല്ലാ കുടുംബങ്ങളിലും നടക്കുന്നുണ്ടോ? ഇല്ല. പലയിടത്തും ഇന്ന് പ്രാർത്ഥന എന്താണെന്ന് പോലും അറിയാത്ത കുട്ടികളുണ്ട്. നമ്മുടെ ഇന്നൊക്കെ വെക്കേഷൻ ടൈമൊക്കെയാണ്, പലരെയും ഇതൊക്കെ അറിയിച്ച് വളർത്തേണ്ട കാലമായിരിക്കുന്നു. എല്ലാവരും മൊബൈലിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി കുറച്ച് ആത്മീയവും കുട്ടികൾക്ക് ലഭിക്കണം, എന്നാലാണ് കുറേ സത്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. വെറുതെ ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ടോ? കുറേ കാണാനുണ്ട്. 2 കണ്ണ് തന്നിട്ടുണ്ടെങ്കിലും ശരിയായതിനെ കാണാൻ ഇന്ന് പലപ്പോഴും സാധിക്കുന്നില്ല. അപ്പോൾ പ്രാർത്ഥനയൊക്കെ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. എന്തോരം അറിവുകളാണ് ഓരോ ആചാരങ്ങളും. എന്ത് ആചാരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലി കഴിക്കുന്നുണ്ട്, വഴിപാടുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ അർത്ഥമറിയാതെയാണ് പലരും ഇന്ന് ആചാരങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ഇപ്പം നമ്മൾ അവിടെ പോയി നമുക്ക് ശാന്തി അല്ലെങ്കിൽ പൂജാരി അവിടെ പോയി മന്ത്രം ചൊല്ലുന്നുണ്ട്. ഈ മന്ത്രം എന്താണ്? ഇതിൻ്റെയൊക്കെ അർത്ഥം അറിയോ? നമ്മൾ എന്തിനാണ് ദക്ഷിണ വയ്ക്കുന്നത്? ഇതിൻ്റെയൊക്കെ അർത്ഥം അറിഞ്ഞാണ് നമ്മൾ വളരേണ്ടത്. ആ അർത്ഥം അറിയുമ്പോഴാണ് അല്ലാതെ ആ പൂജ ചെയ്യണമെങ്കിൽ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് അവിടെ ദക്ഷിണ വയ്ക്കണം, അങ്ങനെയല്ല. അതിൻ്റെയൊക്കെ അർത്ഥം എന്തിനാണ് മന്ത്രം?
മന്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, അതൊക്കെ അറിയുമ്പോഴാണ് നമുക്ക് അതെന്താണ് അന്വേഷിക്കാനുള്ള ഉണ്ടാവുക. അന്വേഷിക്കുമ്പോഴാണ് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ആരായണം, എന്നാലാണ് സത്യത്തെ കണ്ടെത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സത്യം എപ്പോഴും മൂടപ്പെട്ടിരിക്കും. അപ്പോൾ വെളിച്ചം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്. ആരും ആ വെളിച്ചത്തിലേക്ക് വഴിയൊരുക്കില്ല, സ്വയമേ കണ്ടെത്തേണ്ടതാണ് അറിവ് എന്ന സത്യം. മന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രം ത്രാണതേ ഇതി മന്ത്ര, മന്ത്രം ചൊല്ലുന്നവൻ ആരോ അവനെ രക്ഷിക്കട്ടെ എന്നാണ് മന്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം. ആരെങ്കിലും അറിയുന്നുണ്ടോ ഈ സത്യങ്ങളൊക്കെ? എല്ലാവരും ഇങ്ങനെ അവരിങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാനും ഇങ്ങനെ ചെയ്യണു, അപ്പം എനിക്കും എന്തെങ്കിലും ഈശ്വരൻ തരുമായിരിക്കും, അങ്ങനെയൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പലരിൽ നിന്നും കേട്ട അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അറിയണം. ഏതൊരു ആചാരം ചെയ്യുമ്പോഴും അതെന്താണെന്ന് അറിയണം. ഇതറിയാത്തതുകൊണ്ടാണ് ഇന്ന് പല ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹമാണെങ്കിൽ അവർ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. വളരെ നല്ല കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇസ്ലാം, അവർ ശനിയാഴ്ചയൊക്കെ അവരുടെ മതപഠനം നടത്തുന്നുണ്ട്. വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണം. എല്ലാ മതങ്ങളെക്കുറിച്ച് പഠിക്കണം, അപ്പോഴാണ് അറിവുണ്ടാകുകയുള്ളൂ. അല്ലാതെ തമ്മിൽ പോരടിച്ച് നിന്ന് കഴിഞ്ഞാൽ കാലത്തെ കാണാൻ സാധിക്കില്ല. പോരല്ല വേണ്ടത്, എല്ലാ മതങ്ങളിലെയും സത്യം മനസ്സിലാക്കി ജീവിക്കുക. എല്ലാ മതത്തിലും മനുഷ്യൻ്റെ നന്മയാണ് പറയുന്നത്. ബൈബിളായിക്കോട്ടെ, ഖുറാനായിക്കോട്ടെ, നമ്മുടെ വേദങ്ങളായിക്കോട്ടെ, രാമായണമായിക്കോട്ടെ, മഹാഭാരതമായിക്കോട്ടെ, ഭഗവത്ഗീത ആയിക്കോട്ടെ, എല്ലാത്തിലും അറിവും തോറും അറിയാൻ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കണം. അറിവ് കൂടെയുള്ളൂ, ഒരിക്കലും കുറയില്ല. അപ്പം നമ്മൾ കുട്ടികളെയൊക്കെ അറിവുള്ളവരായി വളർത്താൻ ശ്രമിക്കുക. അതിനു വേണ്ടിയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയും. മനുഷ്യൻ അറിവില്ലാതെ പല കാര്യങ്ങളും ചെയ്യുന്നു. എന്താണ് സാരം എന്നറിയാണ്ടാണ് പലരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാ മതത്തെയും പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാം നല്ലതിനാണെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകും. അപ്പോൾ ശത്രുതയില്ല. എല്ലാ മതങ്ങളെയും കുറിച്ച് അറിയുമ്പോഴാണ് നല്ലൊരു മനുഷ്യനാകാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് വെറുപ്പെന്ന് പറയുന്നത് ഉണ്ടാവില്ല. എല്ലാം നല്ലതിന് വേണ്ടിയാണ്, എല്ലാത്തിലും എഴുതി വെച്ചിരിക്കുന്നത് മനുഷ്യന് നന്മയെ ആശ്രയിച്ചാണ്, നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ മനസ്സിലാകുമ്പോൾ നമുക്ക് ശത്രുത ഉണ്ടാവില്ല. ഇതെൻ്റെ മതം, ഇത് നിൻ്റെ മതം എന്നുള്ളൊരു കാര്യം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ സാഹോദര്യം നിലനിർത്തുക എന്നത് വലിയ കാര്യമാണ്. എൻ്റെ നിൻ്റെ എന്നുള്ളതൊന്നുമില്ല. നമ്മുടെ ഞാൻ എന്ന് പറയുന്നത് അഹന്തയാണ്. ഞാനില്ല, നമ്മൾ, ഞങ്ങൾ എന്നുള്ളതേ വരുള്ളൂ. എല്ലാവർക്കും സഹോദര്യങ്ങൾ നിലനിർത്തി നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഉപനിഷത്തിലെ ആദ്യത്തെ 10 ഉപനിഷത്തുകളെ കുറിച്ച് ഞാൻ ആദ്യത്തെ ഭാഗത്തിൽ പറഞ്ഞിരുന്നു. അതിൽ ഈശവാശോപനിഷത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. എൻ്റെ അറിവിലൊതുങ്ങിയ ചെറിയ കാര്യങ്ങളാണ്. ഇതിലും കൂടുതൽ അറിയാൻ ഒരുപാട് വലിയ അറിവുള്ളവർക്കൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾ അതിലേക്ക് എത്താൻ ശ്രമിക്കുക. അതായത് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ കേൾക്കാനും അതൊക്കെ അറിയാനുള്ളൊരു ത്വര ഉണ്ടാക്കിയെടുക്കുക. എനിക്കതിനെക്കുറിച്ച് അറിയണം, അതെന്താണെന്നറിയണം. ഞാൻ വെറുതെ ഇരുട്ടിലടങ്ങിയിരുന്നാൽ പോരാ, വെളിച്ചം എന്ന സത്യത്തിലേക്ക് എനിക്ക് എത്താൻ സാധിക്കണം എന്നുള്ളൊരറിവാണ് വേണ്ടത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.